വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എന്ന് പറയുന്ന സിലബസിലുള്ള സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ്സ് എന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത MCQs ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ആയി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ നമ്മുടെ ഡേ 1 കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ മേക്കിംഗ് സോപ്പ് ഈസ് ഡാഷ്. ഓപ്ഷൻസ്: saponification, hydrolysis, condensation, polymerization. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് വേണം നിങ്ങൾ ഇതിലെ കറക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാപ്പോണിഫിക്കേഷൻ ആണ്. സാപ്പോണിഫിക്കേഷൻ്റെ പ്രത്യേകത ആനിമൽ ഫാറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലൊക്കെ ഉണ്ടല്ലോ, സ്ട്രോങ് ആൽക്കലിയുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന പ്രോസസ്സാണ്. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന 2 പ്രോഡക്റ്റുകളാണ്. ഒന്ന് സോപ്പ് കിട്ടും, രണ്ടാമത്തേത് നമുക്ക് വരുന്നത് ഗ്ലിസറിനാണ്. എന്തൊക്കെയാണ്? സോപ്പിൻ്റെ ഫോർമേഷൻ നടക്കും, പിന്നെ ഗ്ലിസറിൻ്റെ ഫോർമേഷൻ നടക്കും ആസ് എ റിസൾട്ട് ഓഫ് സാപ്പോണിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസിൻ്റെ പ്രത്യേകത വാട്ടറുമായിട്ട് ഒരു കോമ്പൗണ്ട് റിയാക്ഷൻ നടന്നിട്ട് ആ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ ആവിയായിട്ട് പോകും. പക്ഷെ നമ്മൾ അതൊരു മൂടിയെടുത്ത് കവർ ചെയ്യുവാണെങ്കിൽ ഈ ആവിയെല്ലാം മൂടിയിൽ തട്ടിയിട്ട് വാട്ടറായിട്ട് ഈ നമ്മുടെ കവർ ചെയ്തിട്ടുള്ള ലിഡും ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് തിരിച്ച് ആ പോട്ടിലേക്ക് തന്നെ ഇറ്റി വീഴും അല്ലേ. അത്രയേ ഉള്ളൂ. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഈ നീരാവിയായി പോകുന്നത് ലിക്വിഡായി മാറുന്ന പ്രോസസ്സ്. നമുക്കൊന്നുകൂടി സയൻസിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. ചേഞ്ച് ഓഫ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഗ്യാസ് ഫേസ് ഇൻ ടു ദ ലിക്വിഡ് ഫേസ്. ഗ്യാസ് ഫേസ് ലിക്വിഡ് ഫേസായി മാറുന്ന ആ പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ്റെ പ്രത്യേകത എന്താ? കുറേ മോണോമേഴ്സ് ഉണ്ടായിരിക്കും. ഈ മോണോമർ മോളിക്യൂൾസൊക്കെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഒരു വലിയ ചെയിനായിട്ട് മാറും അല്ലേ. ചെറിയ ഇത് 2 ഇങ്ങനെ കോയിൽഡ് സ്ട്രക്ചർ ആയിരിക്കും, എന്നിട്ട് നമുക്ക് വലിയ സ്ട്രക്ചറായിട്ട് മാറും. ഇങ്ങനെ ഒരു വലിയ സ്ട്രക്ചർ ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ 4 ഓപ്ഷൻ നോക്കുക. ഇതിലേതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്കറിയാം സാപ്പോണിഫിക്കേഷൻ ആണ്. കാരണം സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ്ഡ് ഇൻ മേക്കിംഗ് സോപ്പ്. അതായത് സാപ്പോണിഫിക്കേഷൻ്റെ ഫലമായി നമുക്കുണ്ടാകുന്ന 2 പ്രോഡക്റ്റുകളാണ് സോപ്പും ഗ്ലിസറിനും. ഇനി ഒരിക്കൽ പോലും നമ്മളിത് മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following statement about synthetic detergent is correct? Options: it works with both soft and hard water, it does not work in hard water, they work only in hard water, they work only in soft water. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഈ സിന്തറ്റിക് ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ജർമ്മനിയിൽ ആണ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോപ്പിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് സിന്തറ്റിക് ഡിറ്റർജൻറ്റ് വരുന്നത്. എവിടെയാണ്? ജർമ്മനിയിൽ കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഇത് സോഫ്റ്റ് വാട്ടറിലും ഹാർഡ് വാട്ടറിലും രണ്ടിലും വർക്ക് ചെയ്യും എന്നതാണ്. മനസ്സിലായോ? ഈ ഒരു സിന്തറ്റിക് ഡിറ്റർജൻറ്റ് എന്ന് പറയുമ്പം പെട്രോളിയം പ്രോഡക്ട്സ്, സ്ട്രോങ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ്സ്, പ്രിസർവേറ്റീവ്സ് ഇതെല്ലാം ചേർന്നതാണ്. സിന്തറ്റിക് ഡിറ്റർജൻറ്റിൽ എന്തൊക്കെയാണുള്ളത്? പെട്രോളിയം പ്രോഡക്ട്സ്, സ്ട്രോങ് ബാക്ടീരിയൽ ഏജൻറ്റ്സ്, ദെൻ പ്രിസർവേറ്റീവ്സ്. ഇത് 3 കൂടിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ സിന്തറ്റിക് ഡിറ്റർജൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോണ്ട്രി ഡിറ്റർജൻ്റായിട്ടും ഡിഷ് ഡിറ്റർജൻ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ സിന്തറ്റിക് ഡിറ്റർജൻറ്റിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലോണ്ട്രി അറിയാമല്ലോ. ലോണ്ട്രി ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ ഡിഷ് ഡിറ്റർജൻറ്റും ഒക്കെ സിന്തറ്റിക് ഡിറ്റർജൻറ്റിന് എക്സാമ്പിളാണ്. ഈ സിന്തറ്റിക് ഡിറ്റർജൻറ്റിനെ പിന്നീട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 എന്ന് പറയുമ്പം
മൂന്ന് സെഷനാണ്: കാറ്റോണിക്, ആനോണിക്, നോൺ അയണിക്. അത് പിന്നീട് പറയാം. അപ്പോൾ ആനോണിക് ഉണ്ട്, കാറ്റോണിക് ഉണ്ട്, നോൺ ആണിക് ഉണ്ട്. ആനോണിക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളതാണെങ്കിൽ കാറ്റോണിക് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും. മനസ്സിലായോ? പിന്നെ നോൺ ആണിക് എന്ന് പറയുന്നത് അൺചാർജ്ഡ്, ചാർജില്ല, ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ മൂന്ന് രീതിയിലാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. എന്തൊക്കെ പറഞ്ഞു? സിന്തറ്റിക് ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ ബോത്ത് സോഫ്റ്റ് ആൻഡ് ഹാർഡ് വാട്ടറിൽ വർക്ക് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ലോണ്ട്രി ഡിറ്റർജൻറ്റ്, ഡിഷ് ഡിറ്റർജൻ്റ് ഒക്കെ സിന്തറ്റിക് ഡിറ്റർജൻറ്റിന് എക്സാമ്പിളാണ്. മൂന്ന് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: നെഗറ്റീവ്, അതായത് ആനോണിക്, കാറ്റോണിക്, നോൺ അയണിക്. ഈ നോൺ അയണിക്കിനെ തന്നെ നമുക്ക് ന്യൂട്രൽ എന്നും പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. വാഷിംഗ് ക്ലോത്ത്സ്, അതുപോലെ തന്നെ ഫ്യൂവൽ അഡിക്റ്റീവായിട്ടും സിന്തറ്റിക് ഡിറ്റർജൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് വിത്ത് ബോത്ത് സോഫ്റ്റ് ആൻഡ് ഹാർഡ് വാട്ടർ. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻ്റ് എ സിന്തറ്റിക് ഡിറ്റർജൻറ്റ് എന്നാണ്. സിന്തറ്റിക് ഡിറ്റർജൻറ്റിന് തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: C15H31 COOK, CH3 CH2 6 times COONA, sodium salt of p-dodecyl benzene sulfonic acid, none of this. ഇതാണ് 4 ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ, സിന്തറ്റിക് ഡിറ്റർജൻറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എക്സാമ്പിളാണ്. ഈ തന്നിരിക്കുന്നതിൽ സാധാരണ രീതിയിൽ ഈ p-dodecyl benzene sulfonic acids ആണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. സോഡിയം സോൾട്ട് ഓഫ് ബെൻസോണിക് ആസിഡ് ആണ് അതിന് മെയിനായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയം സാൾട്ട് ഓഫ് പാരാഡോഡക്കൈൽ ബെൻസിൻ സൾഫോണിക് ആസിഡ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൻസർ ഇതാണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രക്ചറലി ബയോഡീഗ്രേഡബിൾ ഡിറ്റർജൻറ്റ് ഷുഡ് കണ്ടെയ്ൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് ബയോഡീഗ്രേഡബിൾ ഡിറ്റർജൻറ്റിനെ കുറിച്ചാണ്. എന്താണ് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത? ഓപ്ഷൻസ്: നോർമൽ ആൽക്കൈൽ ചെയിൻ, ബ്രാഞ്ച്ഡ് ആൽക്കൈൽ ചെയിൻ, ഫിനൈൽ സൈഡ് ചെയിൻ, സൈക്ലോഹെക്സൈൽ സൈഡ് ചെയിൻ. ഇങ്ങനെ 4 ഓപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബയോഡീഗ്രേഡബിൾ ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം നോർമൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോർമലാണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നോർമൽ ആൽക്കൈൻ ചെയിൻസ് ആണ് ഈ ബയോഡീഗ്രേഡബിൾ ഡിറ്റർജൻറ്റിൽ ഉണ്ടായിരിക്കുക. മനസ്സിലായി? അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിറ്റർജൻറ്റ് ക്യാൻ കോസ് മാക്സിമം പൊല്യൂഷൻ? ഏത് ഡിറ്റർജൻ്റാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. CH3 CH4H9, CH2 CH4H9, CH2 3 times CH4H9, CH2 SO3Na. അതുപോലെ 4 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളതൊക്കെ അതിൻ്റെ ബ്രാഞ്ചസ് ആണ് കേട്ടോ. ബ്രാഞ്ചസിനെയാണ് നമ്മൾ ബ്രാക്കറ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ഡിറ്റർജൻ്റാണ് ഈ തന്നിരിക്കുന്നതിൽ മാക്സിമം പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രേറ്റർ ദ ബ്രാഞ്ചിങ് ഗ്രേറ്റർ ദ നോൺ ബയോഡീഗ്രേഡബിലിറ്റി ഓഫ് എ ഡിറ്റർജൻറ്റ്. അതായത് ബയോഡീഗ്രേഡബിൾ ആവില്ല, ബ്രാഞ്ച് കൂടുന്നത് എന്താണ്? ഗ്രേറ്റർ നോൺ ബയോഡീഗ്രേഡബിലിറ്റി ഓഫ് എ ഡിറ്റർജൻറ്റ്. എ നോൺ ബയോഡീഗ്രേഡബിൾ ഡിറ്റർജൻറ്റ് കോസസ് മാക്സിമം പൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞുകൂടെ, ഇതിൽ ബ്രാഞ്ചസ് ഏതിലാണോ? ഇതിനാണോ ബ്രാഞ്ചസ്? അല്ല, ഇതിനല്ല. പിന്നെ ബ്രാഞ്ചുകൾ കൂടിയിട്ടുള്ളത് ഏതാണ്?
ഇതാണ്. സോ ബ്രാഞ്ച് കൂടും തോറും പൊല്യൂഷനും കൂടും. മനസ്സിലായോ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഏത് എക്സാമ്പിൾ തന്നാലും ഓപ്ഷനിൽ നോക്കുക, ബ്രാഞ്ചസ് ഏതിനാണോ കൂടുതൽ അവിടെ ആയിരിക്കും പൊല്യൂഷനും കൂടുതലുണ്ടാവുക. കാരണം അത് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ട് മാറും. ഏകദേശം നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യനും നല്ല ക്ലിയറായി മനസ്സിലായെന്ന് കരുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ച് മാത്രമേ സിലബസ് അനുസരിച്ച് ഞാൻ ഇനി അങ്ങോട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി ഇനി വീണ്ടും കാണാം. താങ്ക് യു.